എല്ലാവർക്കും ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ ഫോമൽ എങ്ങനെയാണ് എഴുതുക, ഇൻഫോമൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ പറയുന്നു, ഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒഫീഷ്യലി നമ്മൾ അയക്കുന്ന ലെറ്ററാണ് ഫോമൽ ലെറ്റർ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയായിരിക്കും. നമ്മളൊരു ഓഫീസർക്കോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പൾ ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റനിൽ ചോദിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫോമൽ രീതിയിലാണ് ലെറ്റർ എഴുതേണ്ടത് കേട്ടോ. സോ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ഫ്രം വയ്ക്കുന്നു. ഫ്രം വെച്ചതിന് ശേഷം നമ്മൾ ആരാണോ അയക്കുന്നത് അയാളുടെ നെയിമും അഡ്രസ്സും കൊടുക്കുകയാണ്. സോ ആദ്യം ഇപ്പോൾ ഞാൻ ഒരു ഇമാജിനറി പേര് കൊടുക്കുകയാണ്, ജോൺ എന്ന് പറഞ്ഞിട്ട്. സോ ജോൺ, പിന്നെ നമുക്ക് കൊടുക്കാം ABC ഹൗസ്, ജവാഹർ സ്ട്രീറ്റ്, കൽക്കട്ട. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് അഡ്രസ്സ് കൊടുക്കാം. ഇതിലൊക്കെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേസും അഡ്രസ്സും പേരും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ദെൻ അതിനുശേഷം ഫ്രം അഡ്രസ്സ് വെച്ചതിന് ശേഷം നമ്മൾ ഡേറ്റ് കൊടുക്കുക. മസ്റ്റായിട്ടും ഡേറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കൊടുക്കുക. നമ്മളിങ്ങനെ ഹൈഫണോ അല്ലെങ്കിൽ സ്ലാഷോ ഒന്നും ഇട്ടിട്ട് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ടു അഡ്രസ്സ്, ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സ്. സോ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ദ എഡിറ്റർ, ദ ഹിന്ദു ന്യൂസ് പേപ്പറാണ്, ദെൻ കൽക്കട്ട. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ഏതാണോ ഏത് വേണോ കൊടുക്കാം. ഇപ്പോൾ എവിടെ പ്രിൻസിപ്പൾക്കാണൊരു ലെറ്റർ അയക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രിൻസിപ്പൾ, ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് നമുക്ക് ഇമാജിനറി കൊടുക്കാം, പിന്നെ സ്ഥലത്തിൻ്റെ പേരും കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഫ്രമ്മും ഡേറ്റും ടു അഡ്രസ്സും നമ്മൾ വയ്ക്കുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഫ്രമ്മും ടു ഒക്കെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓൾഡ് ആൻഡ് സ്റ്റൈലാണ്. പക്ഷേ ഇതും നമുക്ക് എക്സാമിന് അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. നമുക്ക് ഈ ഫ്രമ്മും ടൂവും വയ്ക്കാണ്ട് നെയിമും അഡ്രസ്സും ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും അത് ഓക്കെ ആയിരിക്കും. ഓക്കെ, സോ എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഫ്രമ്മും ടു ഒക്കെ വയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ടൊരു ഒഫീഷ്യൽ ലെറ്റർ ആയിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോർമാറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ അടുത്ത് കൊടുക്കേണ്ടതാണ് സബ്ജക്റ്റ്. അത് നമ്മുടെ ക്വസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ടായിരിക്കും എന്ത് സബ്ജക്റ്റിലാണ് നമുക്ക് എഴുതേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ആ രീതിയിൽ സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുക. വളരെയധികം ഷോർട്ടായിട്ട് സബ്ജക്റ്റ് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു ലൈനിലൊക്കെ നിർത്തിയാൽ മതിയാകും സബ്ജക്റ്റ് കൊടുക്കുന്ന ടൈമിൽ. പിന്നെ നമുക്ക് സാലുട്ടേഷൻ, ആർക്കാണ് അയക്കുന്നത് അയാളെ ഒന്ന് സല്യൂട്ട് ചെയ്ത് ഒന്ന് റെസ്പെക്ട് ചെയ്ത് പറയാം. നമുക്ക് റെസ്പെക്റ്റഡ് സാർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ മാഡം ആണെങ്കിൽ റെസ്പെക്റ്റഡ് മാഡം എന്ന് കൊടുക്കാം. എന്തുവേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ നമ്മൾ കണ്ടൻറ്റ് കൃത്യമായിട്ട് എഴുതി പോവുക. കണ്ടൻറ്റ് കൃത്യമായിട്ട് എഴുതി പോയതിന് ശേഷം വരുന്നത് നമുക്ക് അവസാനം ഇത് മാർക്ക് അനുസരിച്ച് പാരഗ്രാഫൊക്കെ തിരിച്ച് നമ്മൾ നീറ്റായിട്ട് എഴുതി പോവുക. എഴുതിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, പ്ലീസ് ടേക്ക് നെസസറി ആക്ഷൻസാണ്. ഇപ്പോൾ ഒരു എഡിറ്റർക്ക് ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റർക്ക് നമ്മൾ ലെറ്റർ അയക്കുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുക അല്ലേ. സോ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് കൊടുത്ത് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം. ഇനി അടുത്ത അവസാനം നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കുക, അയച്ചാളുടെ പേര്. നമ്മൾ മുകളിൽ വച്ച പേര് തന്നെ നമ്മൾ താഴെയും കൊടുക്കണം. അത് ശ്രദ്ധിച്ചോളണം. മുകളിൽ അതായത് ഫ്രം അഡ്രസ്സിൽ വേറെ പേരും ലാസ്റ്റ് വേറെ പേരും ആകരുത്. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെറ്റർ നമുക്ക് മീൻസ് ഒഫീഷ്യൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫോമൽ ലെറ്റർ എങ്ങനെ എഴുതാമെന്നുള്ളതാണ് കേട്ടോ. ഇൻഫോമൽ എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ എഴുതുന്ന ഒരു ലെറ്ററാണ് ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ. സോ അത് നമുക്കിപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ പേര് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അഡ്രസ്സ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ അത് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം ഒരു ഡേറ്റ് തന്നെയാണ് വെക്കേണ്ടത്. ഡേറ്റ് വെക്കുക. പിന്നെ എവിടെ ടു അഡ്രസ്സോ മീൻസ് അതായത് ആർക്കാണ് അയക്കുന്നത് എന്നുള്ള ആളുടെ പേരോ അവരുടെ അഡ്രസ്സൊന്നും ആവശ്യമില്ല. നമ്മൾ അയക്കുന്ന ആളുടെ പേരും അഡ്രസ്സും കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുന്നു, മൈ ഡിയർ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമാജിനറി ആയിട്ട് പേരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ക്വസ്റ്റ്യനിൽ പേരെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പേര് കൊടുക്കുക കേട്ടോ. സോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുത്താലും മതി. നമുക്കറിയാം, ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻഫോമൽ ലെറ്റർ ആകുന്ന ടൈമിൽ നമ്മൾ ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ എന്നുള്ള രീതിയിൽ നമ്മൾ അവരുടെ എന്താണ് കണ്ടീഷൻ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടായിരിക്കും നമ്മൾ ലെറ്റർ വയ്ക്കുക. ഓക്കെ, ആ രീതിയിൽ വേണം ബിഗിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുകയാണോ, ഞാനിവിടെ സുഖമാണ്, ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ദെൻ അവസാനം നമുക്ക് ഇങ്ങനെ പറയാം, കണ്ടൻറ്റ് എഴുതാം കേട്ടോ. ഇതിനകത്ത് ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താണെന്നുള്ള കണ്ടൻറ്റ് അതുപോലെ കണ്ടൻറ്റ് എഴുതാം. ദെൻ അതിന് ശേഷം ലാസ്റ്റിൽ കൺവേ മൈ ബെസ്റ്റ് റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം. എൻ്റെ റിഗാർഡ്സ് വീട്ടിലുള്ള എല്ലാവർക്കും പറയണം. നമ്മളിങ്ങനെ പറയില്ല, നമ്മൾ അന്വേഷണം പറയണം എന്നുള്ള രീതിയിൽ. സോ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും കൊടുത്ത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും.
ദെൻ ലാസ്റ്റ് ശ്രദ്ധിക്കുക യുവേഴ്സ് ലവിങ്ലി എന്ന് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വിത്ത് ലവ് എന്നുള്ള രീതിയിലും കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ യുവേഴ്സ് ലവിങ്ലി കൊടുത്തു, കോമ കൊടുത്തു, സിഗ്നേച്ചർ നമ്മൾ മുകളിൽ വെച്ച അതേ പേര് തന്നെയാണ് താഴെയും കൊടുത്തിട്ടുള്ളത് കേട്ടോ. സോ ഈ ഒരു രീതിയിലാണ് നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മൾ ഇതിൽ ഏത് ലെറ്റർ ചോദിച്ചാലും നമുക്ക് ഏറ്റവും മസ്റ്റാണ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ നമ്മൾ വരയ്ക്കുക എന്നുള്ളത് കേട്ടോ. അത് നല്ല നീറ്റായിട്ട് പേനയൊന്നും ഇട്ട് വരയ്ക്കരുത് ദയവ് ചെയ്ത്. പിന്നെ നമ്മുടെ പെൻസിലും സ്കെയിലൊക്കെ യൂസ് ചെയ്ത് നീറ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിൽ വരച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.